വെൽക്കം ബാക്ക് ടു തൃശ്ശൂർക്കാരന്റെ പാസ്പോർട്ടും. ഇന്ന് നമ്മൾ ക്രിസ്മസ് എപ്പിസോഡിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പൊ അതായത് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അതായത് നമ്മളൊരു 1/2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ അതേ ഒരു 3 സബോള, പിന്നെ അതേ ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ടൊമാറ്റോ ആണ്. നമ്മളിവിടെ ക്യാൻഡ് ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് യോഗർട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ഫെനൽ ആവശ്യമുണ്ട്. നമുക്ക് ഫൈനല് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെനല്, ജീരകം, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാണ്. പിന്നെ ഒരു ടീസ്പൂണോളം തന്നെ നമ്മള് ചില്ലി പൊടി ഇടാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു സ്പൂൺ തൈര്, നല്ല കട്ട തൈര്, യോഗർട്ടാണ് ഇടുന്നത് നമ്മള്. ഉപ്പിടുക. പിന്നെ നല്ല രീതിയിൽ അങ്ങ് തിരുമി സെറ്റ് ചെയ്തൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ മീറ്റിലേക്ക് ഇറങ്ങി നല്ല ഉപ്പപ്പനായിട്ട് വരും. നല്ല രീതിയിൽ അങ്ങ് തിരുമി വെക്കാം. 1 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മസാലയൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ നല്ല രീതിയിൽ അങ്ങ് വറുത്തെടുക്കും. ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കണമല്ലോ. ഇത് നമ്മള് മസാല കൂടെ സെറ്റാണ്. അതേ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കൂടെ സെറ്റാണ്. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കും 1 മണിക്കൂർ. ഇതൊരു റാപ്പ് ചെയ്യാതാ. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട്. പോളിസാനായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അങ്ങ് പറക്കാം. പോവാം. നമുക്ക് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. എന്നാ എന്താ പറയാ, അത് ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. കാരണം നമ്മൾ അവസാനം ഇത് മസാലയിൽ ഫിനിഷ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമുക്ക് കുറച്ചു നേരം അത് സെറ്റ് ആക്കാം. അതെ, ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. വറുത്ത് സെറ്റ് ആയി വന്നിട്ട് നിങ്ങൾക്ക് കാണാം. മുരിമൊരാന്ന് പറഞ്ഞിട്ട് ചിക്കൻ. അപ്പൊ നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് അവനെ അങ്ങ് എടുക്കാം. ഊരി അങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ചിക്കൻ റോസ്റ്റ്. ചിക്കൻ സെറ്റാണ്. നമുക്ക് വേണേ റോസ്റ്റ് ആക്കാം. ഇനി ഇപ്പൊ ഫ്രൈഡ് ചിക്കൻ ആയി. നമുക്കിനി റോസ്റ്റ് ചിക്കൻ ആക്കാം. അവനെ സെയിം ചട്ടിയിൽ തന്നെ സെയിം ഓയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ നല്ല ഫ്ലേവർ, നല്ല ചിക്കൻ വറുത്താണ്, നല്ല ഫ്ലേവർ അതിലേക്ക് വരും. അപ്പൊ ആദ്യം നമ്മൾ ഇടുന്നത് ഫെനൽ സീഡാണ്. നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഫെനൽ സീഡ് ഇടാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നമ്മൾ 2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാണ്. അതൊന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിലോട്ട് എന്താ പറയാ, പച്ചമുളകും സബോളയും നേരത്തെ അരിഞ്ഞ് വെച്ചത് നമ്മൾ ഇടും. അതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്, മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി സബോള ആഡ് ചെയ്യാം. അപ്പൊ അതായത് നല്ല സെറ്റായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഫ്രഷ്നസ്, പച്ചമണം പോയതിന്റെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇനി സബോള ആഡ് ചെയ്യാം. ഇതൊരു 3 സബോള നമ്മൾ നൈസായിട്ട് അരിഞ്ഞതാണ്. ഇതങ്ങ് സോട്ട് ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇടാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കളർ കാണാൻ പറ്റും. നമ്മുടെ ചിക്കൻ വറുത്ത തന്നെയാണ്. അപ്പൊ നമ്മുടെ ആ മസാലകളൊക്കെ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്. ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ആയിട്ട് വരും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയാ, വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ആക്കി എടുക്കാം നമുക്ക് ഇതിനൊക്കെ. അപ്പൊ നമുക്ക് റോസ്റ്റിലേക്ക് നല്ല സ്വീറ്റ്നെസ്സും നല്ല ഫ്ലേവറൊക്കെ വരും. സവോള നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മുരുമുര, നല്ല എന്താ പറയാ, സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്യാം. നമ്മളൊരു 200 ഗ്രാമോളം തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. 2 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് തെച്ചില്ല കേട്ടോ. പിന്നെ അത് നല്ല രീതിയിൽ നമുക്കൊന്ന് സോട്ടേജ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ കുറച്ച് 1 സ്പൂണോളം മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ആഡ് ചെയ്തത് കാശ്മീരി ചില്ലിയാണ്, കളറിന് വേണ്ടി. ഇപ്പൊ നമ്മള് എന്താ പറയാ, എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ചില്ലി ആഡ് ചെയ്യാണ്. നല്ല രീതിയിൽ ഇളക്കുക.
അപ്പൊ അതായത് നമ്മള് മസാല സെറ്റ് ആവാൻ വേണ്ടി 2-3 മിനിറ്റ് വേവിക്കുന്നുണ്ട്, കാരണം അതിന്റെ പച്ചമണം പോണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ തിരിച്ച് ആഡ് ചെയ്യും, പിന്നെ നല്ല ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ചിക്കന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കന്റെ സ്റ്റോക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇത്തിരി നല്ലൊരു എന്താ പറയാ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവർ വരും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ വെക്കും. മസാലയൊക്കെ സെറ്റായി എണ്ണയൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ 1 ഗ്ലാസോളം ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അപ്പൊ നമ്മളൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല കല്യാണത്തിനൊക്കെ കിട്ടുന്ന നല്ല പൊളപ്പൻ സ്റ്റൈലിൽ സെറ്റപ്പ് ആയുള്ള ഒരു ചിക്കൻ റോസ് ഓൾമോസ്റ്റ് റെഡിയാണ് ഇവിടെ. നമുക്ക് കാണാൻ പറ്റും ഓൾറെഡി നല്ല കളറും എല്ലാം ഉണ്ട്, നല്ല കൊഴുപ്പും നല്ല പൊറോട്ടയും പാലപ്പൊക്കെ ഉണ്ടെങ്കിൽ പൊള്ളിക്കാം. അത് ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്ക് പിന്നെ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് അങ്ങ് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതായത് നമുക്ക് ചിക്കനെ അങ്ങ് തുറക്കാം. നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ സ്പ്ലിറ്റ് ആയി. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ സെറ്റ് ആവാം, കാരണം ഗ്രേവി ഒന്ന് സെറ്റ് ആവണം. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ടെന്ന്. ചിക്കൻ റോസ് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അതായത് നമ്മൾ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പീസ് എടുക്കാം. എറി ഓരോ കുട്ട. നമുക്കിവിടെ പ്ലേറ്റ് സെറ്റ് ആണ്. ചിക്കൻ റോസ് ഇവിടെ പൊളിയായിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ലൊരു പീസും കുറച്ച് ഗ്രേവി ഒക്കെ എടുത്ത് നമുക്കൊന്ന് കൂട്ടി പടയ്ക്കാം. ഒരു രക്ഷയില്ല, പൊളി സാറ. ഒറ്റ സിറ്റിങ് ഇതങ്ങ് തീർക്കും. അപ്പോഴൊക്കെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. അത് നിങ്ങൾ ക്രിസ്മസിനൊന്ന് പഠിച്ചു നോക്കാം. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല, കിടുവാണ്. അപ്പൊ നിങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും, പുതിയ രുചികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട്, ഇതിലും നല്ലൊരു ക്രിസ്മസ് ഉപയോഗമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.